ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാപതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേർഗിരിസംഭൂതം രാമംഭോനിധി സംഗത ശ്രീമന്ദ്രാമായണീ ഗംഗാപുനാതു ത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 141 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ 3 വരെയുള്ള സർഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 4 മുതലുള്ള സർഗങ്ങളിൽ ഹനുമാന്റെ ചെയ്തികൾ എന്തൊക്കെയായിരുന്നു, ഹനുമാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കണ്ടു എന്നൊക്കെ വർണ്ണിക്കാൻ. ഇതിൽ 4 മുതൽക്ക് 10 കൂടിയുള്ള 7ഓളം അധ്യായങ്ങളിൽ 7ഓളം സർഗങ്ങളിൽ ലങ്കാപുരിയിൽ കടന്നു ചെന്ന ഹനുമാൻ കണ്ട കാഴ്ചകളെ വളരെ വിസ്തരിച്ച് വർണ്ണിക്കാൻ. ഇവിടെ ഒന്നും തന്നെ കാര്യമായ ക്രിയാംശങ്ങളൊന്നുമില്ല, ഒന്ന് പ്രവൃത്തി ചെയ്യുന്നതായിട്ടല്ല, കാണുകയാണ് ഹനുമാൻ. കാരണം അദ്ദേഹം ഇവിടെ സീത അന്വേഷിച്ചിരുന്നതാണല്ലോ. അപ്പോൾ സീത എവിടെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലങ്കാപുരി എന്ന് പറഞ്ഞാൽ വളരെ വിസ്തൃതമായ ഒരു ജനസംഖ്യയുള്ള സ്ഥലമാണ്. 100 കണക്കിന് കെട്ടിടങ്ങൾ, ശാലകൾ, അതൊക്കെയുള്ള ഗംഭീരായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് വാൽമീകി. ഇവിടെയൊക്കെ ധാരാളം അലങ്കാരങ്ങൾ, പ്രത്യേകിച്ച് ഉപമാലങ്കാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിസ്തൃതമായ വർണ്ണനയാണ്. ഈ വർണ്ണനകളൊക്കെ ഏകാന്തത്തിൽ ഓരോരോ ശ്ലോകമായി വായിച്ച് രസിക്കേണ്ടതാണ്. ഒരുമിച്ച് കേൾക്കുമ്പോൾ അത്രയൊന്നും ഭംഗിയുണ്ടെന്ന് തോന്നില്ല. പിന്നെ പദ്യത്തിൽ പറയുന്നതിൻ്റെ ഭംഗിയൊന്നും ഗദ്യത്തിൽ അതിനെ ഗദ്യമാക്കി പറയുമ്പോൾ നമുക്ക് തോന്നാനിവിടെയില്ല. പിന്നെ അത്രയധികം വാഗ്വൈദഗ്ധ്യമൊക്കെ വേണം അപ്പം ഗദ്യത്തിൽ ഇത് പറഞ്ഞ് രസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ. അതായത് സാമാന്യമായിട്ട് എന്തൊക്കെയാണ് ഈ സർഗങ്ങളിൽ പറഞ്ഞു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ 10ാമത്തെ സർഗത്തിൽ രാവണൻ തൻ്റെ സേനാകാരത്തിൽ കിടക്കുന്നതായിട്ട് ഹനുമാൻ കണ്ടു എന്നിവരെ വർണ്ണിക്കുകയാണ്. സാമാന്യമായി കണ്ടതിന് ശേഷം നമുക്ക് പിന്നീട് മറ്റ് ഭാഗങ്ങളിൽ പിന്നീട് പ്രവേശിക്കാം. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വളരെ സാഹിത്യപരമായിട്ട് വളരെ ഭംഗിയുള്ളതാണ്, കാവ്യവർണ്ണനയാണ്. പിന്നീടുള്ള എത്രയോ കവികൾക്ക് കാവ്യ വിഷയങ്ങളുടെ വർണ്ണനയ്ക്ക് ആധാരമായും മാതൃകയായി തീർന്ന വാൽമീകിയുടെ രാമായണമാണ്. അതുകൊണ്ടാണ് അതിന് ആദി കാവ്യം എന്നുകൂടി പറയുന്നത്. വളരെ ഭംഗിയുള്ള വർണ്ണനയാണ്. ഓരോരോ ഉപമയും തന്നെയും നമുക്ക് 1-2 മിനിറ്റ് വിസ്തരിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെയൊക്കെ വിസ്തരിക്കാൻ തുടങ്ങിയാൽ വളരെയധികം ദീർഘമായി പോകുന്നതുകൊണ്ട് സാമാന്യമായിട്ട് നമുക്ക് കേൾക്കാം. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വള്ളത്തോളിൻ്റെ പദാനുപദ വിവർത്തനമാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. അവന് മലയാളത്തിലുള്ള വർണ്ണന കേട്ടാൽ ഒരു സാമാന്യ കഴിവുകൊണ്ട് തന്നെ അർത്ഥബോധം ഉണ്ടാവുകയും ചെയ്യും. അതിനെ വിസ്തരിക്കേണ്ടതുമില്ല. അതുകൊണ്ട് സാമാന്യമായിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. 4ാമത്തെ സർഗത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, ആ ശ്രേഷ്ഠപുരിയാകുന്ന കാമരൂപിണി ലങ്കയെ ബലേനവെന്ന തേജസ്വി ഹനുമൻ കവിസത്തമൻ വാതിൽക്കലൂടെയല്ലാതെ മതിലാടി മഹാഭുജൻ ലങ്കാനഗരി ഉൾപ്പൊക്കു കവിരാജഹിതോദ്യതൻ. അപ്പോൾ ലങ്കാലക്ഷ്മി ജയിച്ച ശേഷം ലങ്കാലക്ഷ്മി ഹനുമാനെ വിട്ടുപോയി, നീ ലങ്ക മുഴുവൻ ചുറ്റിക്കടന്നുള്ളൂ എന്ന് ചുറ്റി നടന്ന് കാണൂ എന്ന് ഹനുമാൻ അനുവാദവും അനുഗ്രഹമൊക്കെ കൊടുത്തുവല്ലോ. അതിനുശേഷം ഹനുമാൻ എന്ത് ചെയ്തു? പ്രധാന പ്രവേശന ദ്വാരത്തിലൂടെ കടക്കുന്നതിന് പകരം മതിലിയാടി കടന്നു വന്നാൽ. ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ നമുക്ക് കാണാം. മഹാഭാരതത്തിൽ കൃഷ്ണനും അർജുനനും ഭീമസേനും കൂടി ജരാസന്ധനെ വെല്ലാൻ വേണ്ടി പോകുമ്പോൾ ജരാസന്ധൻ്റെ പ്രവേശന ദ്വാരത്തിലൂടെ അല്ല അങ്ങോട്ട് കിടന്നത്, മതിലിയാടി കിടക്കുക ചെയ്തത്. അതേപോലെ ജരാസന്ധൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞത്, യോഗ്യന്മാർ സ്വന്തം വഴി കണ്ടെത്തും, വേറൊരാൾ കാണിക്കുന്ന വഴിയിലൂടെ പോവല്ല എന്നാണ്. അങ്ങനെ രസകരമായ ഒരു വാക്യം കാണാം. അതുപോലെ ഹനുമാൻ ലങ്കാപുരിയുടെ സാധാരണയുള്ള പ്രവേശന മാർഗത്തിൽ, അതുകൊണ്ടാണ് വാതിൽക്കളിലൂടെ അല്ലാതെ മലിക അടി മഹാഹുജൻ എന്ന് പറഞ്ഞു. തൻ്റെ വീര്യപരാക്രമം കാണിക്കാനും പിന്നെ അതിലൊരു ലംഘനമുണ്ട്. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഇടത്തേക്കാൽ മുൻവെച്ചാനത് മാറ്റാൻ
ഇടതുകാല് വെച്ചുകൊണ്ടാണ് കടന്നത്. ഇടതുകാല് കൊണ്ട് വെച്ച് കിടന്നാൽ എവിടെയാണ് നമ്മൾ കിടക്കുന്നത് അവിടെ ശുഭം ഉണ്ടാവില്ല എന്ന് സാധാരണ ഒരിക്കലും ഗൃഹപ്രവേശനത്തിനും വധു ആദ്യമായി വരൻ്റെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒക്കെ വലത്തുകാല് വെച്ച് കിടക്കണമെന്ന് നിഷ്കർഷിക്കാറുണ്ട്. കാരണം അവിടെ ശുഭം ഉണ്ടാവണം എന്ന് ചെയ്തിട്ടാണ്. ഹനുമാൻ ഇടത്തുകാല് വെച്ച് കിടക്കാൻ കാരണം എന്താണ്? ഈ ലങ്കയ്ക്ക് അഭിവൃദ്ധി ശ്രേയസ് ഉണ്ടാവണമെന്നൊന്നും ഹനുമാന് വിചാരമില്ല. അതുകൊണ്ടല്ല അവരെ നശിപ്പിക്കണം എന്നുള്ളതാണല്ലോ ഉള്ളിൽ വിചാരം. അതുകൊണ്ടാണ് കവിയുടെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ ഇടത്തുകാല് വെച്ച് കടന്നത്? ആ കാൽവെപ്പ് യഥാർത്ഥത്തിൽ മാറ്റാർ തലയ്ക്കുതാൻ, ശത്രുവിൻ്റെ തലയിൽ കാല് വെക്കുക ചെയ്തതെന്നാണ്. ശത്രുവിൻ്റെ തലയിൽ കാല് വെച്ച് കിടക്കുന്ന പോലെ ഇടത്തുകാല് വെച്ചിട്ടാണ് കിടന്നു. ഉൾപ്പൂക്കാൻ സത്വസമ്പന്നൻ ഇരവിൽ പവനാത്മജൻ, രാത്രി സമയത്ത് അവിടെ കിടന്നു. കടന്നതിന് ശേഷം കാഴ്ചകൾ വളരെ ബഹുലങ്ങളാണ്. അത് ചില പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓരോ ശ്ലോകമായിട്ട് വിസ്തരിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെയൊക്കെയുള്ളതായിരുന്നു അത്? പോക്കതിന്നി വിളങ്ങുന്ന വമ്പാവയിലണിഞ്ഞവൻ ആ രമ്യലങ്കാപുരിതൻ നേരെ പോയാൻ പ്ലവങ്കമൻ സൂര്യഘോഷമിണങ്ങും വൻ ചിരിയൊച്ച താഴ്ചതായി വജ്രാങ്കുശം തൊഴും വജ്ര ചാർത്തനി ശ്രീഗൃഹങ്ങളാൽ രമ്യയപ്പുരി ശോഭിച്ചു കാറുകളാൽ ദിവോലവേ, മഴക്കാറുകളെ കൊണ്ട് ആകാശം എന്ന പോലെ ശോഭിച്ചതാണ്. കാർ വെച്ചാൽ മഴക്കാർ. ആ മഴക്കാറുകൾ ആകാശം ശോഭയാണ്. ചിലപ്പോൾ നിറക്കെ ഇങ്ങനെ മാറി വരും. ഇവിടെ ആകട്ടെ അനേക തരത്തിലുള്ള രത്നങ്ങളും മണിമുത്തുകളൊക്കെ പതിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ എങ്ങനെയാണ് ഇതിലുള്ളത്? പത്മസ്വസ്തികമൊട്ടത്ത ചാരുരക്ഷോഗ്രഹങ്ങളാൽ വർദ്ധമാന നീളങ്ങളാലും നീളയണിഞ്ഞതായി നടന്നുകൊണ്ടാൻ രാമനായി ശ്രീമൻ സന്തുഷ്ടി തേടി ഞാൻ. ശ്രീമാനായ ഹനുമാൻ സാക്ഷാൽ രാമന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയതമയെ കണ്ടുപിടിക്കാനുള്ള ലക്ഷ്യം. അങ്ങനെ നടന്നു എന്നാണ്. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? മത്തേറും മങ്കമാർ വെണ്ണീൽ അപ്സര സ്ത്രീകൾ പോലവേ, അപ്സര സ്ത്രീകളെ പോലെ മതമത്തകളായ സ്ത്രീകൾ ആടുന്നതും പാടുന്നതും ഒക്കെ ആയിരുന്നു. കൈകൊട്ടൽ ഒച്ചയും സിംഹനാദങ്ങളും അതാതിലും മന്ത്രം ജയിപ്പതും കേട്ടാങ്ങു രക്ഷോഗ്രഹങ്ങളിൽ പലതരത്തിലുള്ള ശബ്ദമായിരുന്നു. ഇതിലൊക്കെ പാട്ട് പാടുന്നത്, ഇത് മന്ത്രം ജപിക്കുന്നത് കാണാനുണ്ടായിരുന്നു. ഇങ്ങനെ പോരുകയാണ്. അവിടെയൊക്കെ ഓരോരോ കോട്ടയ്ക്കും അനവധി ആൾക്കാർ കാവലുണ്ടായിരുന്നു. ഓരോ മതിൽക്കെട്ടിനടുത്തേയും കാണായി നടുവടച്ചാത്തിൽ പല രാവണചാരരും ദീക്ഷിപ്പോർ മുണ്ട ജഡില മൂരിത്തോൽ മുണ്ടുടുത്തവർ ദർഭമുഷ്ടിപ്രഹരണ തീക്കുണ്ടം ശസ്ത്രമാക്കിയോൻ, പലരും പലതരത്തിലുള്ള ആയുധങ്ങൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾ പറയാണ്. മുഖഞ്ചെരിഞ്ഞോർ ഘോരന്മാർ മുണ്ടന്മാർ വിഷമങ്കകൾ വില്ലെടുത്തവൾ വാൾവുണ്ടോർ ശതഘ്നി മുസലായുധർ, പലയിടത്തും അതിൽ വില്ലെടുത്തിട്ടുണ്ട്, ചില ശതഘ്നി മുതല ആയുധങ്ങളുണ്ട്. ഇവരൊക്കെ നാല് പുറയിൽ കാവൽക്കാരായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കാഴ്ചകളാണ്. കവണക്കാർ കയർക്കാരും കാണപ്പെട്ടു പിന്തനായി മാലയിട്ടു പൊറിക്കൂട്ടു പൂശി നൽക്കോപ്പണിഞ്ഞവർ വിചിത്രവേഷർ പല പേരിഷ്ടം പോലെ നടപ്പവർ കൂർത്ത ശൂലമെടുത്തോരും വജ്രക്കാരും മഹാബലർ. അതാണ് ഞാൻ മലയാളത്തിൽ വായിക്കാന്ന് വെച്ചത്. ഇപ്പം യഥാർത്ഥത്തിൽ ഇതിലൊന്നൊരു വ്യാഖ്യാനമേ ആവശ്യമില്ല. ഇങ്ങനെ കണ്ടുകൊണ്ട് എങ്ങനെയായിരുന്നു ഈ മന്ദിരം? ദിവ്യമായി വിണ്ണിനെ പോലായി ദിവ്യനാദാനുനാദിയായി അശ്വങ്ങളൻ ചനകളും ഭൂഷണൗഹക്കിലൂക്കവും കുതിരകളുടെ ശബ്ദമുണ്ടായിരുന്നു. കുതിരകളൊക്കെ ധാരാളം വസ്ത്രാഭരണം കാണിച്ചിട്ടുണ്ടാകും. കുതിരകളൊക്കെ രാജാക്കന്മാരുടെ കേവത്തനുസരിച്ച് അതിൻ്റെ പുറത്ത് പൊട്ടൊക്കെ വിരിച്ചിട്ടുണ്ടാവും. അതിന് ആഭരണങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? അനേകായിരം മഹാവീയർ 1000 കാക്കുന്നതാം നിഷാദേ ദേശ വേശ്മം ബുക്കാൻ മഹാബലി. ആയിരക്കണക്കിന് ഭടന്മാർ കാവൽ നിൽക്കുന്നതായ നഗരത്തിലേക്ക് ലങ്കാപുരിയിലേക്ക് കടന്നു. ഇങ്ങനെ ദശാനൻ അന്തപുരിയിൽ കടന്നൻ. അങ്ങനെ ദശാനൻ ആ രാവണൻ്റെ അന്തപുരത്തിലേക്കാണ് ആദ്യം ചെന്നത്. അന്തപുരം സ്ത്രീകളുള്ള സ്ഥലമാണ്. സ്ത്രീകളോടുകൂടി രാവണൻ വിലസുന്ന സ്ഥലത്ത് കണ്ടു. അവിടെ കണ്ട കാഴ്ചകളും അതിലൂടെ സഞ്ചരിച്ചൊക്കെയാണ് പിന്നീട് 5-ാം സർഗത്തിൽ വിസ്തരിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു മനോഹരമായ പ്രദേശം വേറെ സ്ഥലത്തില്ല എന്ന് കവി പറയുകയാണ്. ശോഭിപ്പതില്ലേവും ഈ മന്ദിരത്തിൽ പ്രദോഷകാലങ്ങളിൽ അർണവത്തിൽ നീറ്റിൽ സരോജത്തിലും ആവിധത്തിലാ ലക്ഷ്മിഞ്ഞീ വിധുമണ്ഡലത്തിൽ. ഇത് ആ നിലാവുദിച്ച സമയമായിരുന്നു. അവിടെ അതിഗംഭീരമായ ആ മന്ദിരത്തിൽ ഗുഹയണ്ട സിംഹം
മത്തദ്ദിവം കയറിയ വീരനെന്നീ മട്ടായി വിളങ്ങി മതിയുന്ന പന്തിൽ. ഈ തോവുള്ള ഈ ചന്ദ്രൻ വെച്ച് പ്രകാശിക്കുന്നതായ അവിടത്തേക്ക് ഗുഹയിലേക്ക് കിടക്കുന്ന സിംഹത്തിനെ പോലെ മത്തദ്ദിവം കയറിയ, മത്തദ്ദിവം മതയാനയാണ്, മതയാനയെ കയറിയതുപോലെ ഉള്ളതായ കാർമേഘങ്ങളൊക്കെ കയറി വരുമ്പോൾ ഉള്ളതുപോലെ ഉണ്ടായിരുന്നു. ഇത് പലതിനോടും കൊല്ലപ്പെടുത്തിക്കൊണ്ടുള്ള വർണ്ണനയാണ്. സൂക്ഷ്മമായിട്ട് ആലോചിക്കുമ്പോഴേ അതിൻ്റെ രസികത്വമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ കൊമ്പിന് കോർപ്പുള്ളൊരു കാള പോലെ, കൊമ്പത്ത് പൊൻകെട്ടിയൊരാന പോലെ, ചുങ്കമം ശ്വേതമഹദ്രി പോലെ വിളങ്ങിനാൻ അമ്പിളി പൂർത്തിയാല്. ഇതൊക്കെ ഈ ഉദിച്ചു വരുന്ന ചന്ദ്രനെ വർണ്ണിച്ച പലതിനോടും ഉപമിക്കുകയാണ്. കൊമ്പിന് കോർപ്പുള്ളൊരു കാള പോലെ, കൊമ്പത്ത് പൊൻകെട്ടിയൊരാന പോലെ എന്നൊക്കെയുള്ള അങ്ങനെ വിളങ്ങിനാൻ അമ്പിളി. അങ്ങനെ പിന്നെ വേറെയൊക്കെ എന്താ കണ്ടത്? പാറമ്പുക്കമരും ഗജേന്ദ്രൻ പാലിച്ച പേരണ്ടമരും ഗജേന്ദ്രൻ രാജ്യം വശപ്പെട്ടരുളും നരേന്ദ്രൻ എന്നിവർക്കു നേരായി ചന്ദ്രൻ. ഇതൊക്കെ ആ ഉദിച്ചു വരുന്ന ചന്ദ്രനെ വർണ്ണിക്കുന്നതാണ്. ഇതുപോലെയാണ് പാറപ്പുറത്ത് എഴുതായ സിംഹത്തിനെ പോലെ, വലിയ ഗജം മതഗജത്തെ പോലെ, രാജ്യം കീഴടക്കി കഴിഞ്ഞ നരേന്ദ്രനെ പോലെ ഒക്കെ ആ ആകാശത്തിൽ ചന്ദ്രൻ വിളങ്ങിയതാണ്. ഇങ്ങനെ പ്രകൃതി ദൃശ്യങ്ങളെ അവിടെയുള്ള കാഴ്ചകളൊക്കെയാണ് അനേക ശ്ലോകങ്ങളായിട്ട് വർണ്ണിക്കാൻ ഒന്നായിട്ട് നോക്കാൻ സാധിക്കും. പിന്നെ എന്തൊക്കെയാണ് ചെയ്തത്? അത് പരസ്പരം ചേർത്തു ഹരിച്ചിടുന്നു, തടിച്ച കൈതങ്ങളിൽ ഇട്ടിടുന്നു, മത്താർന്ന പേവാക്ക് ചൊരിഞ്ഞിടുന്നു, മത്താർന്ന് തമ്മിൽ പഴി ചൊല്ലിടുന്നു. അനേകായിരം ആൾക്കാരുണ്ട് തോന്നുന്നു ഭട്ടന്മാർക്ക്. അവർ ചെല്ല് കൈകോർത്ത് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു, ചെല്ല് പരിഹാസ വാക്കുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ചെല്ല് പരസ്പരം കുറ്റപ്പെടുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ മുഖപ്രസാദേന ചിരിച്ചുകൊണ്ടും ചൊടിച്ചു വേറെ വീർപ്പുകൊണ്ടും മതിച്ചിടും പ്രൗഢഗജങ്ങളാലേ സുപൂജിത ശ്രേഷ്ഠജനങ്ങളാലേ. അവർ ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ അവിടെ കണ്ടു. ചിലരൊക്കെ ഭംഗിയായിട്ട് പറയുന്നവരാണ്, ചിലർ അഹങ്കാരം കൊണ്ട് വലുത് പറയുന്നവരാണ്, ചിലർ നാസ്തികന്മാരാണ്. ഭംഗ്യാഗതിപ്പോരതിബുദ്ധിമന്മാർ അല്ല ആസ്തികന്മാർ ഭുവനോത്തമന്മാർ. ചിലരൊക്കെ ആസ്തികന്മാരാണ്. ആസ്തികനാണ് ഉണ്ട് നിശ്ചിക്കുന്നത്, അതായത് ദൈവവിശ്വാസന്മാരായുള്ളവരാണ്. അങ്ങനെയുള്ള അർസന്മാരുണ്ട്. ഇങ്ങനെ വളരെ കേമായിട്ട് പറയുകയാണ്. പരാധ്യമാർ പൊൻവരവേർ നിറത്തിൽ മൈമൂടലിനെ ചില പൊന്നമന്തിൽ. പിന്നെ അനവധി ഉള്ള സ്ത്രീകളെ അവിടെ കണ്ടു എന്നാണ്. അന്തഃപുരത്തിലെ സ്ത്രീകൾ ധാരാളം ഉണ്ടല്ലോ. അവരെ എങ്ങനെയുള്ളവരായിരുന്നു? പലതരത്തിലുള്ള ആളുകളാണ്. ചില ശരീരം വേണ്ട പോലെ ആഭരണം ചെയ്തിട്ടില്ലാത്തവരാണ്. വീണ്ടും ചില സ്ത്രീകൾ രസന്നിൽ അഭിഷ്ടരപ്പൊക്ക് രസിക്കോരെ കണ്ടാർ കവീന്ദ്രൻ മധുരങ്കിമാരെ. സുന്ദരികളായ രാക്ഷസസ്ത്രീകളെ അനവധി കണ്ടു എന്നാണ്. രോമഞ്ചുരുണ്ടുള്ള സുലോചനങ്ങൾ, സോമപ്രകാശം വിടും ആനനങ്ങൾ, വാർമിന്നൽ പോലുള്ള വിഭൂഷണങ്ങൾ. ചില ചുരുണ്ട മുടിയോട് കൂടിയവരായിരുന്നു, ചില വിളങ്ങുന്ന മുഖത്തോടു കൂടിയവരാ, ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവരാണ്. ആ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതാണ് അവരുടെ മുഖങ്ങൾ നഷ്ടം. ചിലത് എന്താ ഇടിമിന്നൽ പോലെ ജ്വാലയോടുകൂടിയ ആഭരണങ്ങൾ തിളങ്ങുന്നുണ്ട് നഷ്ടം. കാണായി വന്നീരഴകേറെ വായിച്ചോൾ നയസ്തവൻ രാജകുലേ ജനിച്ചോൾ. ഇപ്പം സാമാന്യമായിട്ട് വർണ്ണിക്കുകയാണ്. ഇവിടെ കടന്നപ്പോൾ അനേക സ്ത്രീകളെ കണ്ടുവെങ്കിലും ആരെ ഉദ്ദേശിച്ച് വന്നുവോ ആ സീതയെ മാത്രം കാണാൻ കഴിഞ്ഞില്ല എന്നാണ്. നെൽപ്പും കൊടിക്കൊത്തവൾമൈതടഞ്ഞോൾ വൈദേഹി നൂനം മനസാതിഞ്ഞോൾ. ആ വൈദേഹിയെ സീതയെ മാത്രം കണ്ടില്ല. അപ്പോൾ അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ് അദ്ദേഹം. ഓരോ ദിക്കിലായിട്ടും നോക്കി. വെളിപ്പെടാത്ത അമ്പിളി രേഖ പോലെ, പങ്കമ്പിടും കാഞ്ചനരേഖ പോലെ, ദുഷ്ടത്തൊണുങ്ങും ചരരേഖ പോലെ, കാറ്ററ്റു ചിന്നും ഘനരേഖ പോലെ. അനേക ഉപമകളോട് കൂടിയിട്ടാണ് വർണ്ണിക്കുന്നത്. ഈ സ്ത്രീകളുടെ ഇടയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടായെന്ന് പറയാൻ. അങ്ങനെ നടന്നു ചില ഇതൊക്കെ കണ്ടിട്ടും സീത ഒഴിച്ചുള്ള സ്ത്രീകളൊക്കെ കണ്ടു. രാമൻ്റെ പ്രേയസി സീതയെത്താൻ ചിതേണ കാണഞ്ഞു ഒക്കെ തെരഞ്ഞിട്ടും സീതയെ കണ്ടില്ല. അപ്പോൾ തൽക്കാലം ആ കവീശ്വരനായ ഹനുമാന് വിഷമം തോന്നി. കവി സങ്കടത്തോടു കൂടി നിന്നു. ഇനി ഏതായാലും അന്വേഷിക്കാതെ നിവൃത്തിയില്ല. സകല ദിക്കിലും മുക്കും മൂലയും ഭരതാൻ തീരുമാനിച്ചിട്ട്
ഇനി രാവണൻ്റെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാവണൻ്റെ ഗൃഹമാണെന്നൊക്കെ ഊഹിച്ച് മനസ്സിലാക്കാൻ അടുത്ത് കേമത്തം കൊണ്ടും ഒക്കെ മനസ്സിലാക്കുന്നല്ലാതെ ഹനുമാൻ മുമ്പ് ലങ്ക കണ്ടിട്ടില്ലാത്ത ആളാണല്ലോ. ഒരാളുടെ കിടപ്പാടങ്ങളൊക്കെ എവിടെയാണ് അതേ അറിയില്ല. അതുകൊണ്ട് പല മന്ദിരങ്ങളും അവിടെ രാഷ്ട്രപ്രമുഖന്മാർ അതിന് പലരുടെയും പേരെടുത്ത് പറയുന്നതാണ്. പ്രഹസ്തൻ, സുമാരി, അനവധി കേവന്മാരുണ്ട്. ഇവരൊക്കെ നോക്കി നടന്നതാണ്. പങ്കാട് സിംഹങ്ങൾ കണക്ക് ഉഗ്രരാകിയ രാക്ഷസർ കാത്തു പോരും ഗൃഹം നോക്കി ചരിച്ചാൻ കവികുഞ്ചരൻ. ഈ ശ്രേഷ്ഠരായ വാനൽ ഓരോരോ ഗൃഹങ്ങൾ, വലിയ വലിയ മണിമാളികളുണ്ട് ഓരോരോ കേവന്മാരായ അച്ഛന്മാർക്ക്. അവിടെയൊക്കെ നോക്കി നടന്നതാണ്. ഇതൊക്കെ ചെയ്തത് ഗജപൃഷ്ഠസ്ഥരാവാട്ട വറ്റ പാപ്പാൻ വീരരും നേർക്ക് പോട്ടും അവാര്യങ്ങൾ അശ്വങ്ങളും ആർന്നതായി. ആനകളും കുതിരകളും ഒക്കെ ധാരാളമുള്ള ആ കെട്ടിടങ്ങളും പാപ്പാന്മാരോട് ആ പ്രദേശങ്ങളിലൊക്കെ ഈ ഹനുമാൻ നടന്നു. അതൊന്നും അത്ര നമ്മൾ വിസ്തരിക്കേണ്ടതില്ല. ഓരോ ആളുടെയും പേര് പറയുന്നുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അഭ്യാസികൾ, പുറങ്കാവൽക്കാരൻ, രാക്ഷസർ കാത്തതായി, മികച്ച നാരീമണിമാരെല്ലായിടത്തും നിറഞ്ഞതായി. സകലദിക്കിലും സുന്ദരികളായ സ്ത്രീകളുണ്ടായിരുന്നു അർത്ഥം. രാജസിന്നാഢ്യരായി മുന്തും അഖിലചന്ദനം ഉണ്ടതായി. ഈ കാവൽക്കാർ പോലും എന്തായാലും ധാരാളം സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ടുള്ള ആളിലാണ്. വസ്ത്രാഭരണങ്ങളോടുകൂടിയാണ്. ആളുടെ മോഹിപ്പിക്കത്തക്ക രൂപസൗന്ദര്യമൊക്കെയുള്ള ആളിലായിരുന്നു. വീരന്മാരായ പുരുഷകേസരികളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പല ദിക്കിൽ നടന്നതാണ്. അരക്കവൻ വീട്ടിൽ നിന്നു വീട്ടിലും ഭുവനത്തിലും പ്രാസാദങ്ങളിലും നോക്കി നടന്നു കവി നിർഭയം. അദ്ദേഹത്തിനൊക്കെ ഒരു ഭയം ഉണ്ടാവില്ല. പ്രാസാദം വെച്ചാൽ സമ്പന്നന്മാരിലൊക്കെ മാളികക്കാണ് പ്രാസാദം എന്ന് പറയും. ആ പ്രാസാദങ്ങളിലൊക്കെ നോക്കി നടന്നു. എന്നിട്ട് ഓരോ ആളുടെ പറയാണ്. പ്രഹസ്തൻ്റെ ഗൃഹത്തിങ്കിൽ, മഹാപാർശ്വവേശ്മത്തിൽ, കുംഭകർണ ഗൃഹത്തിലും, വിഭീഷണ ഗൃഹത്തിലും, മഹോദരൻ്റെ ഗൃഹത്തിൽ, വിരൂപാക്ഷനുടെയുമേ. ഇങ്ങനെ പ്രസിദ്ധരായിരിക്കുന്ന ഈ രാഷ്ട്രീയന്മാരുടെയൊക്കെ നടത്തുന്നതാണ്. അനവധി ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് എല്ലാം നോക്കണം. ആവശ്യമില്ല. ഇങ്ങനെ നടന്ന് കാണായി നടക്കുന്ന കവി വ്യാഘ്രനോ ഇരുതാക്ഷ്യമാണ്. ഉറങ്ങും രാവണന് ഊഴൽ കാവൽക്കാർ ആശനന്ദികൾ. പല ഗ്രഹങ്ങളിലും കയറി ഇറങ്ങി ചാടി നടന്നുകൊണ്ടിരിക്കെ രാവണന് രാത്രിയിൽ കാവൽ നിൽക്കുന്ന രാക്ഷസ സ്ത്രീകളുള്ളതായ സ്ഥലത്തെത്തിയതാണ്. ഇതാ പിന്നെ പറഞ്ഞത്. രാവണന് ഊഴൽ കാവൽ, ഊഴം, അതായത് ഓരോരോ ഊഴത്തിനും ഓരോ കാവൽ എപ്പോഴും ഉണ്ടാവുന്ന അർത്ഥം. ഒരു സംഘം പോയി കഴിയുമ്പോൾ വേറൊരാൾ. അവരൊക്കെ ആരാണ്? വികൃതാക്ഷിമാണ്. അധികം സ്ത്രീകളാണ് അവിടെയുള്ള. ശൂലം മുൾത്തടി കൈക്കൊണ്ടോ വേൽ തോമരവും എന്തിയോ സ്ത്രീകളാണ്. ആയുധങ്ങളൊക്കെ അതിന് വെച്ചിരിക്കുന്നവരാണ്. അവിടെ കണ്ടു എന്നാണ്. പിന്നെ ആ രാവണൻ്റെ ഗൃഹത്തിനുള്ളിൽ സ്ത്രീകൾ ഏതൊക്കെ തരത്തിലാണ് അവിടെ ശയിച്ചിരുന്നതെന്നും അവരൊക്കെ മലാലസകളായിട്ട്, ദിക്രീട കൊണ്ട് ക്ഷീണിച്ചവരായിട്ടും മദ്യപാനം കൊണ്ടൊക്കെ ക്ഷീണിതകളായിട്ടൊക്കെയാണ് അവരുള്ളത്. വിശാലമായിട്ട് പറയുന്നുണ്ട്. വിശാലവും രമ്യവുമായി കുബേരഗൃഹ തുല്യമായി കാൽച്ചിലങ്ക കുലുക്കത്താൽ അരഞ്ഞാണൊലിയാലുമേ. സ്ത്രീകളുടെ പാദസരത്തിൻ്റെ ശബ്ദം, അരഞ്ഞാണൊരു ശബ്ദം ഇങ്ങനെയൊക്കെ. അങ്ങനെയുള്ള ആ സ്ഥലത്ത് മതിൽക്കകം പരന്നുള്ള വൻ ഗൃഹം പോകി മാരുതി. അങ്ങനെ രാവണൻ്റെ വലിയ മന്ദിരത്തിൽ കിടക്കുകയാണ്. അവിടെ അത്യത്ഭുതകരമായിരിക്കുന്ന പുഷ്പവിമാനം കണ്ടു എന്നാണ് 7ാമത്തെ സർഗം. പുഷ്പത്തിനെ പറ്റിയുള്ള ഗംഭീരമായ വർണ്ണനയാണ് പുഷ്പവിമാനത്തിൻ്റെ ചരിത്രം. നമ്മളൊരു വിമാനം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കാണുന്ന പോലെ യഥാർത്ഥത്തിൽ തേര് പോലത്തെ ഒരു സംഗതിയാണ്. അത് ആകാശത്തിലൂടെ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പറന്നു പോകും. അങ്ങനത്തെ ഒരു വിമാനമായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. അവിടെ കണ്ടു എന്നാണ്. മഴപ്പിറപ്പിൽ പിണർമിന്ന പോലെ ചേർന്ന വങ്കാറിനം പോലെ സപക്ഷിജാലം അതുപോലുള്ളതായ അവിടെ കണ്ടു. കാണായിതങ്ങുന്നത് അമേഘമട്ടിൽ മനോജ്ഞമായി കാഞ്ചനചാരുമട്ടിൽ ഗൃഹോത്തമം നിസ്തുല ഭംഗി മണ്ടിൽ. വലിയൊരു കെട്ടിടം തന്നെ അത് പോകുന്ന പോലെയാണ് ഈ വിമാനമുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പണ്ട് സാക്ഷാൽ മയനുണ്ടാക്കിയതാണ്. വൈശ്രവണൻ്റെ കീഴിലുണ്ടായിരുന്നതാണ്. വൈശ്രവണനെ തോൽപ്പിച്ചിട്ട് രാവണൻ കൈവശപ്പെടുത്തിയാണ്. ഇതൊക്കെ ഇനി പല ദിക്കിലും പറയുന്നുണ്ട്. ഇങ്ങനെ പലതും കണ്ടുകൊള്ളുന്നതൊക്കെ ഈ വണ്ണമഗ്രഹമത് വീണ്ടും ഉന്തമം ഗമിച്ചവൻ സ്വഭഗ ഗുഹാതലോകം. മനോഹരമായിരിക്കുന്ന ഗുഹ പോലുള്ളതായ ഇതിനുള്ളിൽ കടന്നു. അവിടെ എന്തൊക്കെയാണ് കാണാതിരുന്നത്? കടന്നുടൻ ദശമുഖബാഹു കാക്കുമ നലമ്പെടും പുരി നടക്കുമ കവി. പക്ഷെ ഇങ്ങനെ പലതും കണ്ടു. സാധാരണ കാഴ്ചയ്ക്ക് ആഹ്ലാദം തോന്നിക്കുന്നു, അത്ഭുതം തോന്നിക്കുന്നതാണ്. പക്ഷേ സീതയെ കാണാൻ കഴിയാത്തതുകൊണ്ട്
ഈ കാഴ്ചകളൊന്നും ഹനുമാൻ അത്ര രസകരമായില്ല എന്നർത്ഥം. സുദർശനൻ പെരിയവൻ അല്ല തേടിനാൻ അനൽപമായി ജനകജ തൻ അദർശനാൽ. ആ ജനകജയ സീതയെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് വലിയ ദുഃഖം ഉണ്ടായതാണ്. വളരെ രസകരമായ കാഴ്ചകളൊക്കെയാണ്. അങ്ങനെ അവിടുന്നാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പുഷ്പകത്തിനെ വിസ്തരിച്ച് പിന്നെയും വർണ്ണിക്കുകയാണ്. അതിൻ്റെ അടുത്ത് പുഷ്പം ഉണ്ടായതെന്ന് കണ്ടിട്ട് പറയുകയാണ്. പിന്നെ മഹാവിമാനം മണിരത്നചിത്രിതം എങ്ങനെ കണ്ടത്? ജനവേല ചേരുവോന്ന് അടുത്തു കണ്ടു മതിമൻ വലിമുഖൻ. അത് ആകാശത്ത് നിൽക്കുന്നതാണ് ഈ വിമാനം. അതിന് കാവൽക്കാരൊക്കെ ഉണ്ടായിരുന്നു. വിശേഷഭാവേന വിശേഷ സംസ്ഥമായി വിചിത്രകൂടം ബഹുകൂടമണ്ഡിതം വിചിത്രകൂടാതല ശൃംഗതുല്യമായി. വലിയൊരു പർവ്വതത്തിൻ്റെ ശൃംഗം പോലെ തോന്നിച്ചു ഞാൻ. അസംഖ്യഭൂതങ്ങൾ വഹിച്ചു നിൽപ്പതായി ഞാൻ. അനേകം ഭൂതജാലങ്ങളൊക്കെ അതിന് കാവലുണ്ട്. അതെങ്ങനെയുള്ളതാണ്? അരയോജന വിസ്തീർണം, ഒരു യോജന നീണ്ടതാം. യോജന എന്ന് പറഞ്ഞാൽ പഴയ കണക്കത്തിൽ ഒരു 13 മൈലോളം വരുന്നതാണ്. അത്രയും നീളവും അരയോജനയുള്ള വിസ്തീർണം ഉണ്ട് ഞാൻ. അത് നോക്കിയതേ ഞാൻ. ചെന്നണഞ്ഞ അനത ശ്രീമാൻ ആശരേശ നിവേശനം. ആ പുഷ്പക വിമാനത്തിന് ശേഷം രാവണൻ്റെ ശയനാകാരത്തിലേക്ക് പോകാൻ. അവിടെ ആണെങ്കിൽ അനവധി ആൾക്കാരുണ്ടായിരുന്നു. പലതരത്തിലുള്ള സ്ത്രീകൾ, മനുഷ്യ സ്ത്രീകളും രാക്ഷസ സ്ത്രീകളും അപ്സര സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഹനുമാൻ പറയുന്നത് രാവണനോട് ഉള്ളിൽ കാമുള്ളവരായിരുന്നു എന്നാണ്. അവിടെ വിലക്കാരനെ കൊണ്ടുവരപ്പെട്ട സീത ഒഴിച്ച് ബാക്കി സ്ത്രീകളൊക്കെ രാവണനോട് കാമം തോന്നിയിരുന്നവരാണ്. അദ്ദേഹം അത്രയധികം പുരുഷ കേസരിയായിരുന്നു, സുന്ദരനായിരുന്നു. നമ്മളിപ്പോൾ സ്വതേ വിചാരിക്കുക 10 തലയും 20 കൈയും കേട്ടാൽ വികൃതമായ സ്വരൂപം തോന്നും. പക്ഷെ രാമായണത്തിൽ നോക്കി അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം വളരെയധികം സുന്ദരനായിരുന്നു, സ്ത്രീകൾക്കൊക്കെ കാമം ജനിപ്പിക്കുന്നവനായിരുന്നു. അതൊക്കെ ഓരോന്നോരോന്നിനെ വർണ്ണിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഇതൊക്കെ കണ്ട് കുറച്ചുകൂടി അടുത്ത് ചെന്നിട്ട് ആ പുഷ്പത്തെ വീണ്ടും അടുത്ത് ചെന്ന് കണ്ടു. ഈ വർണ്ണനകൾ ആവർത്തിക്കുന്നവർ തോന്നുന്നത് ഒന്ന് ദൂരക്കാഴ്ചയായിട്ട് പറഞ്ഞാണ്. പിന്നെ അതിനടുത്ത് ചെന്നിട്ട് അതിൻ്റെ ചരിത്രമൊക്കെ പറയാൻ. വിധിക്കായി വിശ്വകർമാവോ തീർത്തവല്ലോ നവസ്ഥലെ. മായനല്ല, വിശ്വകർമാവ് സൃഷ്ടിച്ച വിശ്വകർമാവ് ദേവന്മാരുടെ ശില്പിയാണ്. ആ വിശ്വകർമാവ് സാക്ഷാൽ വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്താണ് വിമാനം. അതെന്ത് ചെയ്തു? അജങ്കലിൽ നിന്നത് ആർജിച്ചു വന്ദപ്രസാദനേശ്വരൻ. സാക്ഷാൽ വൈശ്രവൺ എന്നറിയപ്പെടുന്ന കുബേരൻ പിന്നീട് തപസ് ചെയ്തിട്ട് പിതാമഹനായ ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുത്താണ് ഈ പുഷ്പവിമാനം. അതിനെയാണ് പിൽക്കാലത്ത് രാവൺ അദ്ദേഹത്തെ തോൽപ്പിച്ച്, വൈശ്രവണനെ തോൽപ്പിച്ച് ബലാൽക്കാരാണ് നേടിയതാണ്. ധനേശന ബലാൽവെന്നു നേടിനാൻ അത് അറക്കവൻ. രാഷ്ട്രമായ നേതാവായ രാവൺ പിന്നീട് തൻ്റെതാക്കി തീർത്തതാണ്. അപ്പം അതിനെയാണ് അങ്ങനെയുള്ള വിമാനം ചെയ്യുന്നു. വിമാനം ഒരാളെയും തന്നെ അങ്ങോട്ട് ക്ഷണിക്കുന്നത് പോലെ തോന്നിയെന്നാണ് ഹനുമാൻ പറയുന്നത്. ബന്ധുവോടാ മട്ട് ആ കരുത്തനോടാ മണം. അതിൽ നല്ല സുഗന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം പുഷ്പമാല്യങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വന്നാലും രാവണന്മേയും നേടത്തേക്ക് എന്ന് രക്ഷിതോ. രാവണൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നാലും അങ്ങനെ ക്ഷണിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ആ സുഗന്ധങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഹനുമാൻ അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ പിന്നെ അന്തഃപുരത്തിൻ്റെ വിസ്തരിച്ച വർണ്ണനയാണ്. ആ അന്തഃപുരത്തിൽ അനവധി തരത്തിലുള്ള സ്ത്രീകൾ കാമാകുലകളായിട്ട് ആൾക്കാരാക്കി കഴിഞ്ഞു. ഈ ആ സമയമാകുമ്പോഴേക്കും അവർ പലതരത്തിലുള്ള ക്രീഡ കൊണ്ടും തളർന്നുറങ്ങായിരുന്നു. പാതിരാവ് കഴിഞ്ഞാറേ പാനനിദ്രാവശത്തിലായി. മദ്യപാനം കൊണ്ട് ക്രീഡ കൊണ്ടൊക്കെ ക്ഷീണിച്ചവരായിരുന്നു. ഉറങ്ങുമവ ശോഭിച്ചു കിലുങ്ങ പണ്ടമൊന്നവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിശ്ചലായി കിടക്കുകയാണ്. അതുകൊണ്ട് ആഭരണങ്ങളുടെ ശബ്ദമൊന്നുമില്ല. പിന്നെന്താണ്? പകൽ പൊയ്ത്താരിനെ പോലെ വിരിഞ്ഞിട്ടല്ല വീണ്ടുമേ കോമ്പിപ്പോയതുപോലെ അത്ര വിളങ്ങിയവർ തന്മുഖം. പകൽ മുഴുവൻ വിടർന്നു നിന്നതായ താമര സന്ധ്യക്ക് സൂര്യൻ അസ്തമിച്ചാൽ കോമ്പിപ്പോകല്ല. അതുപോലെ ഈ സ്ത്രീകളൊക്കെ ഇപ്പോൾ ക്ഷീണിതകളായി കിടക്കുകയായിരുന്നു. അതിനെ ഇത്തരത്തിൽ പറഞ്ഞിട്ട് ഓരോ ആൾ പലതരത്തിലാണ് കിടന്നത്. ചിലർ രാവണൻ്റെ കാൽക്കലായിരുന്നു, ചിലർ കൈയിൻ്റെ ഭാഗത്തായിരുന്നു, ചിലർ അദ്ദേഹത്തിൻ്റെ മാറിടത്തിലായിരുന്നു. അനേക സ്ത്രീകളോട് കൂടിയിട്ട് ഒരു സംഘരീതി നടക്കുന്ന പോലെയാണ് നമുക്കിതൊക്കെ കേട്ടാൽ തോന്നുന്നത്. അനവധി ആൾക്കാരുണ്ടായതാണ്. പാനവ്യവായ സമയത്തും ഉണ്ടമാല ചെരിഞ്ഞവർ. ചില ഉണ്ടമാലകളൊക്കെ വശം കെട്ടി ചെരിഞ്ഞു പോയിരുന്നു. ചില പെൺമണിമാരാം അവർ ചില അരികത്തുനിന്നു അന്ന് വീണവർ. ഹാരം മുറിഞ്ഞോ ചില പേർ, ചിലർ ചേല എഴിഞ്ഞവർ, ചിലരുടെ മടിക്കുത്തൂക്കെ ആയിരുന്നു, ചിലരുടെ മാല്യങ്ങളൊക്കെ പൊട്ടി തകർന്നു പോയിരുന്നു. തോടയില്ലാത്തവർ ചിലർ മാല പൊട്ടിച്ചെറിഞ്ഞവർ.
പങ്കാട്ടിൽ ആന വർദ്ധിച്ച ആ മലവള്ളികൾ പോലവേ. ആന കാട്ടിൽ കയറിയിട്ട് ലതകളൊക്കെ ചതച്ചരിക്കുമല്ലോ, ഇതുപോലെ ഇവരൊക്കെ അവശരായി തീർന്നിരുന്നു. ആനകളുടെ രത്യാദി ക്രീഡകളുമുണ്ട്. അന്നന്ന് ഇറക്കോഴികോകങ്ങൾ തിങ്ങും നദികൾ പോലവേ വിളങ്ങിന മണൽ തിഷ്ടത്ത ജഘനങ്ങളാൽ. അവിടെ അരക്കെട്ടുകളൊക്കെ ഒരു നദിയുടെ മണൽക്കെട്ട് പോലെ തോന്നിച്ചു നോക്കിയാൽ മണൽത്തിട്ടൊത്ത ജഘനങ്ങളാൽ. ചില സുമാരാംഗങ്ങളിലും കൊങ്കയിങ്കലും പണ്ടങ്ങൾ പോലെ കാണായി നൽപ്പണ്ടങ്ങളുടെ പാടുകൾ. ചില സ്ത്രീകളുടെ മാറിടത്തിലൊക്കെ നേരത്തെ ഉള്ള ഗാഠാലിംഗനം കൊണ്ടൊക്കെ ആഭരണങ്ങൾ അമർത്തിപ്പതിഞ്ഞുകൊണ്ടുള്ള പാടുകൾ കാണാനുണ്ടായിരുന്നു. ചിലർ പൂന്തുകൾ കൊണ്ടിളകി ശ്വാസവായുവാൽ. ചില ഈ ശ്വാസത്തിൻ്റെ കാറ്റുകൊണ്ട് അവിടെ വസ്ത്രങ്ങളൊക്കെ ഇളകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള വർണ്ണനയോട് കൂടിയിട്ടാണ് ആ സർഗം മുഴുവനുള്ളത്. സ്വതേ സൗരഭ്യമുള്ള ഒന്നായി ശർക്കര ആസവകെ ഗന്ധിയായി. ശർക്കരയുടെ ആസവം മദ്യം എന്നൊക്കെ പറയാം. അതിൻ്റെ ഗന്ധത്തോടു കൂടിയായിരുന്നു അവരുടെ ഈ വായു. അവരുടെ ശ്വാസോച്ഛ്വാസം പുറത്തു വരുന്ന ആ വായു തന്നെ അങ്ങനെ ഗന്ധമുള്ളതായിരുന്നു. അങ്ങനെയുള്ള അല്ല രാവണൻ നേർക്കുറങ്ങുമ്പോൾ അച്ചിത്ര ശ്രീവധുക്കളെ കത്തും കനകദീപങ്ങൾ കണ്ണി വെക്കാതെ നോക്കിനാം. ഇങ്ങനെ അനേക സ്ത്രീകളോട് കൂടി കിടക്കുന്ന ഇതിലൊക്കെ നോക്കി നിൽക്കാൻ നോക്കണം കത്തുന്ന സ്വർണ്ണ വിളക്കുകൾ ഉണ്ടായിരുന്നു. ആ വിളക്കുകൾ ഈ സ്ത്രീകളെ നോക്കി നിൽക്കാൻ തോന്നുന്ന അർത്ഥം. രാവണൻ നേർക്കുറങ്ങുമ്പോൾ അച്ചിത്ര ശ്രീവധുക്കളെ ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. കാരണം സ്ത്രീയാണല്ലോ ഈ ഹനുമാൻ അന്വേഷിക്കുന്നത്. അപ്പോൾ സ്ത്രീകളിലേക്ക് പോകാതിരിക്കാൻ വയ്യ. ഹനുമാൻ യഥാർത്ഥത്തിൽ വളരെ പ്രസിദ്ധനായ ബ്രഹ്മചാരിയാണ്, ഇന്ദ്രിയ സംഗ്രഹമൊക്കെ നേടിയിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് സ്ത്രീകളെ നോക്കാതിരിക്കാൻ വയ്യ. കാരണം സ്ത്രീകളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെപ്പറ്റി ഇനി ഒരു സർഗത്തിൽ കാണാം. താൻ അന്യ സ്ത്രീകളെ ഇങ്ങനെ അടുത്തുപോയി പല സ്ത്രീകളെ കണ്ടുവല്ലോ എന്നതിനെ കുറിച്ച് ഹനുമാൻ സ്വയം നിന്ദിക്കുന്നു. പിന്നെ അതിന് മറുപടി പറയുന്നതൊക്കെ നമുക്ക് കാണാം. ഇവരൊക്കെ എങ്ങനെയുള്ളവരാണ്? ആ സ്ത്രീകളെല്ലാം പോർതയിടും രാവണൻ കൊണ്ടുപോകുന്നവർ. ഈ അനേക വംശത്തിൽപ്പെട്ട അനേകം സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന സ്ത്രീകളാണ്. ഇവരൊക്കെ തൻ്റെ കായിക ബലം കൊണ്ട് പിടിച്ചുകൊണ്ടു പോകുന്നതാണ്. പക്ഷെ എന്താണ്? കാമമോഹ ആത്മതിമറന്ന് നീങ്ങി വന്നവരാഞ്ചിലാണ്. ചില രാമനോടുള്ള കാമമോഹം കൊണ്ട് ഇങ്ങോട്ട് വന്നറിഞ്ഞാലാണ്. പക്ഷെ എന്തൊക്കെ ആയാലും എന്താ ഉള്ളത്? അവരിൽ സ്വയം വീര്യഗുണാൽ ബലേന കീഴാക്കിയോളായ ഒരു പെണ്ണുമില്ല. ബലം കൊണ്ട് മാത്രം രാവണൻ കീഴടക്കി ആരുമില്ല എന്നാണ്. ഇല്ല അന്യപൂർവ അന്യ സകാമമാരും. വേറൊരാളോട് കാമം വെച്ച് പുറത്തുനിന്ന് ആരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രാവണനോട് കാമം ഉണ്ടായിരുന്നു എന്നാണ് കവി പറയുന്നത്. ഇല്ല അന്യപൂർവ അന്യ സകാമമാരും. അന്യനോട് കാമമുള്ളവളായിട്ട് അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല. ആരും ഒഴിച്ചിട്ട് മൈഥിലപുത്രി എന്നീ ആ സീത ഒഴിച്ചിട്ട് ബാക്കി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ തന്നെ രാവണനോട് കാമമുള്ളവരായിരുന്നു. ഇങ്ങനെ നമ്മൾ ഈ ശയനാകാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ചെറിയൊരു നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെറിയൊരു മുറിയല്ല, വളരെ വിശാലമായ ഒരു തരം എന്താ പറയുന്നത് വലിയ ശാല, ഒരു ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വലിയൊരു ഹാളാണെന്ന് അർത്ഥം. അവിടെ എത്രയൊക്കെ സ്ത്രീകളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കെ വീണ്ടും നിനച്ചാനവൻ അത്തൽ മൂത്തു ഗുണത്ത് മുന്തുന്ന സീതനൂനം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ മണ്ഡോദരി രാവണൻ്റെ വാർഷ്യത്തിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു. മണ്ഡോദരി സൗന്ദര്യം കൊണ്ടും ശ്രേയസ് കൊണ്ടൊക്കെ വളരെയധികം കീർത്തിയായിട്ട് അവളാണ്. അവളെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഒരു തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് തോന്നി ഇത് സീത തന്നെയായിരിക്കുമോ എന്ന് വിചാരിച്ചു എന്നാണ്. പിന്നെ തൻ്റെ മനസ്സിനെ വശപ്പെടുത്തി വിചാരിച്ചു സീത ഇങ്ങനെ രാവണന് വിധേയമായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് കിടക്കുന്നുണ്ടാവില്ല, അതുകൊണ്ട് സീതയെല്ലാം ഉറപ്പിച്ചായിരുന്നു. ആ എങ്ങനെയുള്ളവളാണ് അവള്? ധാരാളം ഈ എന്താണ് മണ്ഡോദരിൻ്റെ വളരെ സുന്ദരിയാണ്, ശ്രേഷ്ഠയായ സ്ത്രീയാണ്. അങ്ങനെയുള്ള അവളെ കണ്ടു എന്നാണ്. എങ്ങനെയൊക്കെ പിന്നെയും പലരെയും കാണുന്നതിനെ വർണ്ണിക്കുന്നില്ല. മികച്ച മെയ്ക്കോപ്പുടയോൻ. അങ്ങനെ അവസാനം രാവണൻ തന്നെ അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. അരക്കമംഗമാർക്ക് ഇഷ്ടൻ അരക്കർക്ക് സുഖാവഹൻ. രാക്ഷസന്മാർക്ക് സുഖം ഉണ്ടാക്കുന്നവനായി ദേവസ്ത്രീകൾക്ക് പോലും മോഹം തോന്നിക്കുന്നവനായ രാവണൻ അവിടെ കണ്ടു എന്നാണ്. വിളങ്ങും എത്തമേൽ പള്ളി കൊള്ളും വീരൻ അരക്കോൻ കവീന്ദ്രൻ ആനയെപ്പോലെ വീർപ്പിടും ദിശകണ്ഠനെ. ആനയുടെ ഉച്ഛ്വാസം ഉണ്ടല്ലോ, അതേപോലെ ശ്വാസം കഴിച്ചുകൊണ്ടിരിക്കുന്നവനായ ഇദ്ദേഹത്തിൻ്റെ 4 പുറയായിട്ട് ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. ചിലർ കാൽക്കലായിരുന്നു, ചിലർ കൈത്തടത്തിലായിരുന്നു, പിന്നെ ചില സ്ത്രീകളൊക്കെ മദനപരവശകളായിട്ട് ചിലർ മൃദംഗത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു, ചിലർ തങ്ങളുടെ കൈക്കുമ്പിളിൽ
വീണ പിടിച്ചിരുന്നു. ചിലർ ഇതാ അവിടെ പറയുന്നത് കണ്ടവനാ ഭാര്യമാരുള്ളോരാ മഹാത്മാവ് എന്നുടെ കാൽക്കലായി പത്നികളെയും രാക്ഷസേശന്റെ മന്ദിരെ നല്ല തോടയണിഞ്ഞോരെ ചന്ദ്രശ്രീ മുഖിമാർകളെ. അവരൊക്കെ എന്തൊക്കെ ചെയ്തത്? അരക്കകോൻ്റെ മടിயை കയ്യവ ചേർന്നു ഇടപ്പവർ കാണായ ഭൂഷണം പൂണ്ട നൃത്തവാദ്യ വിദഗ്ധമാണ്. പിന്നെ തങ്കം കൊണ്ടുള്ള തോടകൾ അണിഞ്ഞിട്ടുള്ളവരാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളോട് കൂടിയാണ് അവിടെയാണ് അവസാനമായിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ഈ മണ്ടോദരി അവൾ ഈ വാനരം കാണുന്നത്. ഗൗരി പൊന്നുടരാൾ അന്തപ്പുര നായിക ഓമലാൾ മണ്ടോദരി സ്വരൂപാഢ്യ ആണതിങ്കൽ സൈംഭവൾ. കണ്ട ഉടനെ അത് മണ്ടോദരിയാണെന്നും ഹനുമാൻ മനസ്സിലാവില്ല. ഹനുമാൻ മുമ്പ് മണ്ടോദരിയെ കണ്ടിട്ടില്ല. അയാളെ ശങ്കിച്ചു നിർത്തും. സീതയാണെന്ന് വിചാരിച്ചു ആദ്യം. പിന്നെയാണ് മണ്ടോദരിയെയാണ് കണ്ടതെന്ന് കവി പറയുന്നതായിരുന്നു. സീതയാണെന്ന് നണ്ണിപ്പോയി രൂപയോ ലക്ഷ്മിയാൾ. അവളുടെ ആ ശ്രേയസ്സൊക്കെ കണ്ടിട്ട് ഇത് സാക്ഷാ സീത തന്നെയാണ് പാവം ഹനുമാൻ തൽക്കാലത്തെ വിചാരിച്ചു എന്നാണ്. അപ്പോൾ താൻ വളരെയധികം ക്ലേശിച്ച് ആയിരക്കണക്കിന് വാനരന്മാരെ അയച്ചതിൽ തനിക്ക് സീതയെ കണ്ടെത്താൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് വളരെയധികം ബുദ്ധിമാനും യോഗ്യനൊക്കെ ആണെങ്കിലും വാനരചാബല്യം പോലെ അതൊന്ന് തുള്ളിക്കളിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഒന്ന് കുന്നിച്ച ഹർഷം ഉൾക്കൊണ്ടു നന്ദിച്ചാൻ കവിയൂധവൻ കരങ്ങൾ കൊട്ടി നെടുവാൽ മുകർന്നു കൊണ്ടാടിയാടി നടകൊണ്ടു ചാടി തൂൺമേൽ കരേറി നിലത്തു ചാടി തൻ വാനരത്വം വെളിവാകുമാറായി. തൻ്റെ ആ ചാവല്യം വാനര ചാവല്യം മുഴുവൻ വെളിവാക്കുന്ന രീതിയിൽ സീതയെ കണ്ടെത്തിക്കഴിഞ്ഞു എന്നുള്ള ആഹ്ലാദം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി വാലൊക്കെ ഉയർത്തിപ്പിടിച്ചു. പറഞ്ഞ മതിയാണ്. നെടുവാൽ മുകർന്നു, എൻ്റെ വാല് തന്നെ മുകർന്നു അയാൾ. കൊണ്ടാടി നടകൊണ്ടു പാടി തൂൺമേൽ കരേറി, തൂണിൻ്റെ മേലൊക്കെ പാഞ്ഞേറി സന്തോഷാധിക്യം കൊണ്ട് എന്താണ് ചെയ്യണമെന്നറിയാതെ ശ്രമിച്ചു. ഇങ്ങനെ വന്നിട്ടാണ് 10ാമത്തെ അധ്യായം 10ാം സർഗം അവസാനിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സീതയെ കണ്ടെത്തിയില്ല. കണ്ടെത്തിയത് ഈ മണ്ടോദരിയാണ്. രാവണൻ്റെ ഗ്രഹങ്ങളൊക്കെ വിസ്തരിച്ച് കണ്ടു. പിന്നീട് ആലോചന കൊണ്ട് ഹനുമാൻ മനസ്സിലായി ഇത് സീതയാവാനിടയില്ല. സീതയാണെങ്കിൽ ഇത്രയധികം പരപുരുഷനെടുക്കുക ഇത്രയധികം ശാന്തയായിട്ടും സുഖമായിട്ടും ഉറങ്ങാനിടയില്ല എന്ന് വിചാരിച്ചു. അതിനുശേഷം വീണ്ടും സീതയെ അന്വേഷിച്ച് നടക്കുന്നു. ഹനുമാനുണ്ടാകുന്ന അനുഭവങ്ങളും ഒക്കെയാണ് ഇനി വിസ്തരിച്ച് വർണ്ണിക്കാൻ പോകുന്നത്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ അധ്യായമൊന്നും ക്രിയാംശങ്ങളൊന്നുമില്ല. ഹനുമാനെ കണ്ട കാഴ്ചകൾ ഇങ്ങനെ വർണ്ണിച്ചു തന്നെയാണ്. നമ്മൾ വലിയൊരു ഭാഗം 5-6 സർഗങ്ങളിൽ വർണ്ണിച്ച ഭാഗം തീരെ വിട്ടുകളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് സാമാന്യമായിട്ടൊന്ന് സ്പർശിച്ചു എന്നാണ്. ഇതൊക്കെ ഓരോരോ ശ്ലോകങ്ങളായിട്ട് അതിൻ്റെ ഉപമയും അതിൻ്റെ സ്വാരസ്യമൊക്കെ ആലോചിക്കുമ്പോഴേ അതിൻ്റെ കാവ്യരസമൊക്കെ ശരിക്കും മനസ്സിലാവുള്ളൂ. സമയം ധാരാളം വേണം മാത്രം. ഏതായാലും ഇന്നത്തെ ഭാഗങ്ങൾ ഉപസംഹരിക്കുകയാണ്. ഇനി രാവണൻ്റെ ചെയ്തികൾ ഹനുമാൻ്റെ ചെയ്തികൾ എന്താണ്, ഹനുമാൻ്റെ വിചാരങ്ങൾ എന്തായിരുന്നു, ഹനുമാൻ എങ്ങനെ ഒടുവിൽ അവസാനമായി സീതയെ കണ്ടെത്തി എന്നുള്ള ഭാഗങ്ങളൊക്കെ തുടർന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.